ഇനിയോടല്ലേ ഗുഡ് മോർണിംഗ് വരാന്? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ചെറിച്ച മുഖട്ടായ എനർജി പാസ് ആവണം നിങ്ങൾ. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. എന്താണ്? ഓക്കെ, ഓക്കെ. പ്രത്യേകിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് തിരിച്ചിങ്ങണ്ട് ഗുഡ് മോർണിംഗ് ചിരിച്ച മുഖമായിട്ട് പറയുമ്പോ റിയലി ഞാൻ പറയണ ഹാപ്പിനെസ്, ആ ഫീലിംഗ് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻഡ് ഓഫ് ദ സെഷൻ വരെ വെരി ഗുഡ്, ഗുഡ് മോർണിംഗ് സർ. എൻഡ് ഓഫ് ദ സെഷൻ വരെ നിങ്ങൾക്ക് ഈ എനർജി ത്രൂ ഔട്ട് ആയിട്ട് നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എനിക്ക് നിർബന്ധമാണ്. ഒരു വൺ സൈഡ് ആയിട്ട്, ഒരു വൺ വേ ആയിട്ട് മാത്രം പറഞ്ഞു പോകുക എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചാറ്റ് ബോക്സ് ഓണാക്കി കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നവർ, അതൊരു ദിവസം മുതൽ ഒരു മാസം വരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് 2 മാസം മുതൽ ഒരു 6 മാസം വരെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വെൽനസ് കോച്ച് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. റിയലി ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനാണ്, തുടക്കക്കാർക്കാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എനിക്ക് ഉണ്ടാവണം, എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ള ഒരു ദിവസം മുതൽ ഒരു മാസം വരെ ആയിട്ടുള്ള ആൾക്കാർ മുന്നിലേക്ക് വന്നിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ, അവരെ പേര്, അവർ എവിടെ നിന്നാണ് വരുന്നത്, എത്ര വയസ്സായി, അവരുടെ കോച്ച് ആരാണ്, ഒന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലി ആപ്റ്റ് ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആരാണ് ഫസ്റ്റ് വരിക? കാണട്ടെ, ഒന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യും. ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് വരിക. അപ്പോ കോഹോസ്റ്റ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് തരും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കണം കേട്ടോ കോഹോസ്റ്റുമാര്. ഓക്കെ സാർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, തലക്കശ്ശേരിയാണ് വീട്. ഓക്കെ, എന്റെ കൊച്ചും അഷ്റഫ് തന്നെയാണ്. ഓക്കെ, എന്ത് കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ എന്ത് പർപ്പസിനാണ് സാർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്? ഞാന് വെയിറ്റ് കുറക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. വെയിറ്റ് കൂടുതലായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ നെഞ്ചരിച്ചില്. ഞാന് 6ാമത്തെ ദിവസമാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ സാർ. നിങ്ങൾ എന്തായാലും ഈ സെഷൻ മുഴുവനായിട്ട് കാണണം. ലാസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കും, അതുവരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക് സാർ. നല്ല അടിപൊളിയായിട്ട് കോച്ചിന്റെ കൈ പിടിച്ച് നല്ല റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരാളെ കൂടി പരിചയപ്പെടാം. രണ്ടാൾക്കാണ് അവസരം, ഒരാൾ കൂടി. ആരാണ് വരിക? അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യും. ഒരു ദിവസം മുതൽ ഒരു മാസം വരെ ആയ ആൾക്കാർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സൗമ്യ. സൗമ്യ എന്നാണ് പേര്. വെരി ഗുഡ്. സൗമ്യ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? എത്ര വയസ്സായി? എനിക്കിപ്പം ഞാൻ വാഴൂരിന്നാണ്. ഓക്കെ, കാണുന്നില്ലല്ലോ, ഫേസ് കാണുന്നില്ലല്ലോ. വെരി ഗുഡ്. തിരുമുഖം കാണട്ടെ എല്ലാരും. ഓക്കെ, സംസാരിക്കും മാഡം. എത്ര ദിവസമായി നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട്? 15 ദിവസമായി. 15 ദിവസം. വെരി ഗുഡ്. ഓക്കെ, നിങ്ങളെ കോച്ച് ആരാണ്? ഓക്കെ, സൂപ്പർ, വെരി ഗുഡ്. എൻഡ് ഓഫ് ദ സെഷൻ വരെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷൻ നടത്തുന്നത്. ഓക്കെ, ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും പറയണം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഒരാൾ കൂടി പറയാം. ഒരാൾ കൂടി സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാം. ആരാ സംസാരിക്കുക?
ഒരു ദിവസം മുതൽ ഒരു മാസം വരെ ആയ ആൾക്കാർക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ആരാ സംസാരിക്കുക? പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, ഒന്ന് കോച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു പ്രോഗ്രാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സൗമ്യ. എന്റെ പേര് സൗമ്യ. ഞാൻ വാഴൂരിൽ നിന്നാ സംസാരിക്കുന്നത്. നേരത്തെ സംസാരിച്ചല്ലോ. ഓക്കെ മാഡം. കേട്ടു. വാഴൂരാണ്. വാഴൂരിൽ നിന്നാ സംസാരിക്കണേ. ഓക്കെ. അപ്പൊ നേരത്തെ മാഡം തന്നെയല്ലേ സംസാരിച്ച് സൗമ്യ എന്ന് പറഞ്ഞിട്ട്? ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ. ആരാ കോച്ച് മാഡം? ഓക്കെ, കൺഗ്രാറ്റുലേഷൻ മാഡം. എൻഡ് ഓഫ് ദ സെഷൻ വരെ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. റിയലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെൽക്കം. നിങ്ങളെ ഫീഡ്ബാക്ക്, ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് നിർബന്ധമാണ്. മുന്നിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിവേ, താങ്ക് യു വെരി മച്ച്. എന്നെ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. ഞാൻ ആദ്യം ഇന്നൊന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാം. നിങ്ങളെ ഞാൻ കുറച്ചു നേരം കേട്ടില്ലേ? ഇനി ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഞാൻ ചെയ്യാം. എന്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 33. ഞാനിപ്പോ സംസാരിക്കുന്നത് പൊന്നാനി പുത്തമ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുണ്ടായ കാരണം നിങ്ങളെ എല്ലാവരെ പോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി പറഞ്ഞു തരാൻ ഒരാളില്ല. പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിലോ കേൾക്കാനുള്ള ഒരു മനസ്സുമില്ല. കാരണം ബിസി ഷെഡ്യൂളില് മുംബൈ ജീവിതത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വരുന്ന സമയത്തുള്ള ഒരു ബിഫോർ അവസ്ഥയാണിത്. ഏകദേശം ഒരു 117 കിലോ ഉണ്ടായിരുന്നു. മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. കാരണം ലക്ഷ്യം മുഴുവൻ ബിസിനസ് ആയതുകൊണ്ട് ചിന്തിക്കാൻ, ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാനോ നല്ല ശരീരത്തെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിയത്. കമ്മ്യൂണിറ്റി എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നു. അതോടുകൂടെ എന്റെ ഗുഡ് ന്യൂട്രീഷൻ, ഈ ഒരു ഗുഡ് ന്യൂട്രീഷൻ എനിക്ക് ആഡ് ആയപ്പോ എനിക്കുണ്ടായ ഒരു മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇതിന് എന്നെ സഹായിച്ച എന്റെ എഡ്യൂക്കേഷൻ സെഷൻ. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് രാവിലെ നടക്കുന്ന മോർണിംഗ് എഡ്യൂക്കേഷനിൽ നിന്ന്, 5 മണിക്ക് നടക്കുന്ന ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്ന്, കോച്ചുമായിട്ടുള്ള നിരന്തര ബന്ധങ്ങളിൽ നിന്ന്, അതിനേക്കാൾ ഉപരി കമ്മ്യൂണിറ്റിയുടെ പവർ കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ആദ്യത്തെ 21ാമത്തെ ദിവസം 10 കിലോ വെയിറ്റ് കുറഞ്ഞു. ബോണസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂ റിലീഫായി. തുടർന്ന് ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കോച്ചിനോട് ചോദിച്ചു. കോച്ച് വീണ്ടും എന്നോട് ഈ എഡ്യൂക്കേഷൻ സെഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ട റിസൾട്ടുകളിൽ ഇൻസ്പയർ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ റിസൾട്ട് എടുക്കാൻ ആഗ്രഹിച്ചു. ഏകദേശം 7.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു ആന്റി ഏജ് പ്രോസസ്സിലേക്ക് വരാനും ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് വരാനും എനിക്ക് സാധിച്ചു. ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമക്കും, അതേപോലെ ഈ കമ്പനിക്കും ഹെർബാലൈഫിനും മാർക്യൂസിനുമാണ് ഞാൻ നന്ദി പറയുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച്. എന്നെ ഈ റിസൾട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ എടുത്തു തരാൻ വേണ്ടി പ്രചോദിതരായിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, ഇതിലെ ലീഡേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ട റിസൾട്ട് ഒന്ന് ചാറ്റ് ബോക്സ് ഓൺ ആണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈ എന്ന് അമർത്തും. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ ഈ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് നിർബന്ധമായിട്ട് ഉണ്ടാവുകയാണ്. കാരണം എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. മറിച്ച് നിങ്ങൾ ചാറ്റ് ബോക്സിന്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന അതേ ഫീലിംഗ് തന്നെ കിട്ടും. ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത്, നിങ്ങൾക്ക് റിസൾട്ട് പറയുന്ന സമയത്ത് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ തുടരുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരായ ആൾക്കാർക്ക് റിയലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി വരുന്നവരാണ്, വെയിറ്റ് ലോസിന് വേണ്ടി വരുന്നവരാണ്, വെയിറ്റ് ഗെയിനിന് വേണ്ടി വരുന്നവരാണ്, അല്ലേ? പക്ഷെ ഈ കമ്മ്യൂണിറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ, റിസൾട്ട് എടുക്കാതെ, കൃത്യമായി അവെയർ ഇല്ലാതെ നമ്മൾ സംഭവിച്ചു പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്
ആ റിസൾട്ടിൽ നിന്ന് വിട്ടുപോകും. ശരിയല്ലേ? ആ റിസൾട്ടിൽ നിന്ന് വിട്ടുപോവുക മാത്രമല്ല, നമ്മളോട് ഒരാൾ പറയുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പേടിച്ച് വിറങ്ങലിച്ച് അത് നിർത്തിപ്പോകും. ഈ ഒരു സംഭവം ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് വരുന്നതിന്റെ ഒരു 5 വർഷം മുന്നേ സംഭവിച്ചതാണ്. ഒരു 8 വർഷം മുന്നേ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചും റിസൾട്ടിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും അറിയാത്തത് കൊണ്ട് ഓൺലി ന്യൂട്രീഷൻ ഫുഡ് എന്നുള്ളത് വെയിറ്റ് കുറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. അന്ന് എനിക്ക് ഇതുപോലത്തെ എഡ്യൂക്കേഷനോ കമ്മ്യൂണിറ്റിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റിസൾട്ട് എടുക്കുമായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഭാഗ്യമോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് കൃത്യമായ അവയർനെസ് തരാത്തത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഒരാഴ്ച മുന്നോട്ട് പോയുള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ ഭാഗ്യവശാൽ, സാധാരണഗതിയിൽ പറയാറില്ലേ, ഈ കമ്മ്യൂണിറ്റിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു തലവര വേണമെന്ന്, ഒരു ഭാഗ്യം വേണമെന്ന്. ബൈ ചാൻസ് ഞാൻ വീണ്ടും ഇതിലേക്ക് എത്തിപ്പെട്ടു. അപ്പോഴാണ് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയത്, ഇതിന്റെ റിസൾട്ടിന്റെ ഡെപ്ത് മനസ്സിലാക്കിയത്. അത് എന്നെ സഹായിച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രിക്കോഷൻ ആണ് സത്യത്തിൽ നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത്. ഇതൊക്കെ ടോപ്പിക്കായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഹൗ ടു ഹാൻഡിൽ ഒബ്ജക്ഷൻ. ഹൗ ടു ഹാൻഡിൽ ഒബ്ജക്ഷൻ. തുടക്കക്കാരായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നവർ, അറിഞ്ഞവർ ആയിരിക്കാം, ചിലപ്പോൾ അറിയാതെ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സുഹൃത്തിന്റെ ഇൻവിറ്റേഷനിൽ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ച് വന്നവരായിരിക്കാം. ഇല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും വന്നിട്ടുള്ളത്? എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ന്യൂട്രീഷൻ സെന്ററിലേക്ക് പോവാ എന്ന് വിചാരിച്ച് വന്നവരല്ലല്ലോ, അറിയാതെ വന്നവരാണ്. ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. ആണോ അല്ലേ? ഇനി നമ്മൾ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ റിയലി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേണ്ടി കോച്ചസിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൽ പ്രൗഡായിട്ട് തോന്നിയ ഒരു നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ഒരു പ്രോഗ്രാമല്ല, ആൾക്കാരെ പേടിച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമല്ല, തല താത്തി നടന്ന് കുടിക്കേണ്ട ഒരു പ്രോഗ്രാമല്ല, മറിച്ച് അഭിമാനത്തോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണിത്. ഇത് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേണ്ടി നടന്ന കോച്ചസ് പ്രോഗ്രാമിൽ സെഷനെ അനുബന്ധിച്ച് മനസ്സിലായപ്പോഴാണ്. അപ്പൊ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും എൻഡ് റിസൾട്ട്, നിങ്ങൾ എന്തിനാണ് വന്നത്, വെയിറ്റ് ലോസിനാണെങ്കിൽ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിനിനാണെങ്കിൽ വെയിറ്റ് ഗെയിൻ, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് നടത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനുള്ള ഒരു വാക്സിനേഷൻ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. സത്യത്തിൽ ചാറ്റ് ബോക്സ് ഓൺ ആണ്. വാക്സിനേഷൻ എന്തിനാണ് നമ്മൾ നൽകാറ്? നമ്മളെ കുട്ടികൾക്ക്, മുതിർന്നവർക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ കൊറോണ ഒക്കെ ആയപ്പോ എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത്? ഒന്ന് ചാറ്റ് ബോക്സ് ഓൺ ആണ്, ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും, എന്തിനാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്? ചാറ്റ് ബോക്സ് ഓൺ അല്ലേ? ഓൺ ആണല്ലോ. എന്തിനാണ് വാക്സിനേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട്. വെരി ഗുഡ്, സൂപ്പർ. ഇമ്മ്യൂണിറ്റി, പ്രിവെന്റ് ഡിസീസിന് വേണ്ടി. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്ന റെസിസ്റ്റന്റ് ഡിസീസ്. വെരി ഗുഡ്, സൂപ്പർ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കി. സൂപ്പർ, നിങ്ങൾക്ക് വേണ്ടി തന്നെ. വെരി ഗുഡ്, സൂപ്പർ, കൺഗ്രാറ്റുലേറ്റ്, ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് എന്നെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് പറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ ഡിസീസിൽ നിന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ? ഇതിനാണ് വാക്സിനേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സേഫ് ആയിട്ട് നമ്മൾ ആരുമായിട്ട് മിങ്കിൾ ആവുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. ഇതേപോലെ ഈ ഒരു വാക്സിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും എന്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് പർപ്പസിനാണോ വന്നത് ആ റിസൾട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് നിങ്ങളൊരു കടലിനെ പോലെ മനസ്സുള്ള ഒരാളായി മാറണം. കടൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? കടല് എന്ന് പറയുന്നത് എന്താണ് ഓർമ്മ വരുന്നത്? കടല് എന്താണ്? കടലിന്റെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത്, നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന തൊട്ട് മുന്നത്തെ സ്ലൈഡ് സർ, എന്താണ് ഫീൽ ചെയ്യുക കടലിന്?
ചാറ്റ് ബോക്സ് ഓൺ ആണ്. ഓക്കെ, നല്ല രീതിയിൽ കാംനെസ് കിട്ടും, തിരമാല കാണാൻ പറ്റും. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, പീസ്, നല്ല രീതിയിൽ സമാധാനം കിട്ടും. ഓക്കെ, ഇൻഫിനിറ്റി കിട്ടും, യൂണിവേഴ്സൽ ആയിട്ട് കിട്ടും. ഓക്കെ, എത്ര മോശം വന്നു കഴിഞ്ഞാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയ പിക്ചറാണ് വെരി ഗുഡ് കടല് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റി പുറത്തുള്ള ഒരു ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയാലും ഏത് രീതിയിൽ നിങ്ങളെ ട്രബിളിലാക്കിയാലും നിങ്ങൾക്ക് ഭയം വരില്ല ഈ ഒരു വാക്സിനേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ അധികം ആൾക്കാർ എന്താ ചെയ്യുന്നത് അറിയോ? അധികം ആൾക്കാർ അവർക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഹെർബലൈഫ് ന്യൂട്രീഷനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ 10 ദിവസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂട്രീഷൻ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ പരിചയത്തിൽ നിന്നോ ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് തർക്കിക്കും. നിങ്ങൾക്ക് എന്താണോ അറിയുന്ന കാര്യങ്ങൾ അതാണ് നിങ്ങൾ പറയുക. എന്നാൽ ആക്ച്വൽ ആയിട്ട് എന്താണോ പറയേണ്ടത് അതാണ് ഉത്തരമായിട്ടുള്ളത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ബുദ്ധിക്ക് തോന്നുന്നത് അതല്ല ഉത്തരം. യഥാർത്ഥത്തിലുള്ള ഉത്തരമാണ് നമ്മൾ പറയേണ്ടത്. ഒരാൾ നിങ്ങളോട് ടൈം ചോദിക്കുകയാണ്, ഉദാഹരണത്തിന് ടൈം ചോദിക്കുകയാണ്. ഇപ്പൊ ടൈം 8:27 എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ? യഥാർത്ഥത്തിലുള്ള ടൈം അല്ല പറയാ. ഇപ്പോ നിങ്ങളോട് ഒരാളോട് ഞാൻ ചോദിച്ചു, മനോജ് സാറിനോട് ചോദിച്ചപ്പോ 8:27 എന്ന് പറഞ്ഞു. അടുത്ത മൻസൂർ സാറിനോട് ഞാൻ ചോദിച്ചു, അപ്പൊ 8:50 എന്ന് പറയോ? ആക്ച്വൽ റേറ്റ് പറയും, ആക്ച്വൽ ടൈം പറയുന്നില്ലേ? അതേപോലെ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു, റിസൾട്ട് എടുക്കാൻ വന്നു, എഡ്യൂക്കേഷൻ സെഷൻ പങ്കെടുത്തു, ക്ലബിൽ പങ്കെടുത്തു, നമ്മൾ കോച്ചുമായിട്ട് സംസാരിച്ചു, പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതേ എനർജി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഈ നഷ്ടപ്പെട്ട എനർജിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ആക്ച്വൽ ആൻസർ നമ്മൾ പഠിക്കണം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചിട്ട്. എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും എന്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അധികം ആൾക്കാരും ആവേശത്തിൽ വരുന്നുണ്ട്, പക്ഷെ ആ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇടക്കാലത്ത് വെച്ച് നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അത് എനിക്കും മുന്നേ സംഭവിച്ചതാണ്. ഈ ഒരു സംഭവം ഇനി ആർക്കും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ എടുക്കാനുള്ള കാരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്ലേ കാർഡ് കളിക്കണം. പ്ലേ കാർഡ് അറിയാം നിങ്ങൾക്ക്? അതിന് മലയാളം ചീട്ട് എന്നാണ് അല്ലേ? ചീട്ട് കളിക്കണം. ഈ ചീട്ടിൽ എത്ര കാർഡാണ് ടോട്ടൽ ഉള്ളത് പറയാൻ പറ്റുമോ? പ്ലേ കാർഡിൽ എത്ര കാർഡാണ് ടോട്ടൽ ഉള്ളത്? ഒന്ന് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യും. പ്ലേ കാർഡ് ഞാൻ കളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഈ നിരീക്ഷിച്ച സമയത്ത് ഓക്കെ 4 കാർഡാണല്ലോ, വെരി ഗുഡ്. 52 കാർഡ്, വെരി ഗുഡ്, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. വരച്ച റിസൾട്ട് വരട്ടെ. 52, വെരി ഗുഡ്, വെരി ഗുഡ്. 52, വെരി ഗുഡ്. 52, വെരി ഗുഡ്. 4 ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. 53, 52, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടോട്ടല് വെരി ഗുഡ്. പ്ലേ കാർഡിൽ 52 കാർഡാണുള്ളത്. ഈ 52 കാർഡിൽ 4 വിഭാഗമാണുള്ളത്. 4 വിഭാഗം, 4. ഇതിൽ ഓരോ 4 കാർഡും 13 എണ്ണം വെച്ചിട്ടാണ് 52 ആവേണ്ടത്. ഇത് നിങ്ങൾ ശരിക്കും കാണേണ്ടത് എന്താ വെച്ചാല്, 4 കാറ്റഗറിയിൽ മനുഷ്യന്മാരുണ്ട്. 4 കാറ്റഗറിയിൽ മനുഷ്യന്മാരുണ്ട്. ഈ മുകളിൽ കാണുന്ന നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങൾ കണ്ട് റിസൾട്ട് ചോദിക്കുന്ന സമയത്ത് 13 ആൾക്കാർ നല്ലവരായിരിക്കാം, 13 ആൾക്കാർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, 13 ആൾക്കാർ ഹൈ ക്ലാസ് ടീം ആയിരിക്കും, 13 ആൾക്കാർ അവര് സോഫിസ്റ്റിക്കേറ്റഡ് പീപ്പിൾ ആയിരിക്കും. ഇത് എന്താണെന്നുണ്ട്, ഈ മുകളിലുള്ള 2 വിഭാഗം നല്ല ആൾക്കാരാണ്, അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഈ അടിയിലുള്ള 2 വിഭാഗം എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വല്ലാതെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയില്ല. അത് നിങ്ങളെ കോച്ചിനേറ്റേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക. ഓക്കെ, ഒന്നാമത്തെ വിഭാഗമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലാസ് ടീമാണ്. അവര് ക്വാളിറ്റി ഉള്ള ടീമാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ റിസൾട്ട് നിങ്ങളെ കുടുംബത്തിൽ പരിചയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് ഒപ്പം നിന്നിട്ട് ന്യൂട്രീഷൻ സെന്ററിലേക്ക് വരുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സോഫിസ്റ്റിക്കേറ്റഡ് പീപ്പിൾ ആണ്. ഇവര് ഡോക്യുമെന്റ്സ് ആണ് ചോദിക്കുക. നിങ്ങളോട് ചോദിക്കും, ഇതിനെന്താ തെളിവ്, ഇതിന്റെ ന്യൂട്രീഷന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടാ, ഇതിനെന്താണ് ഇതിലുള്ള തെളിവുകൾ എന്നൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക. എന്നാൽ അടുത്ത ഈ കറുത്ത 2 വിഭാഗം ഉണ്ടല്ലോ, ബ്ലാക്ക് കളറുള്ള, ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് പീപ്പിൾ ആണ്. അവരിൽ നിന്ന് രക്ഷപ്പെടണം. മറ്റൊന്ന് റിയലി ബാഡ് പീപ്പിൾ ആണ്. ഇവർക്ക് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, വിട്ടു നിർത്തുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചോദിക്കുക എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷെ പല ആൾക്കാരും ഇങ്ങനത്തെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോഴത്തേക്കും പിന്നെ ന്യൂട്രീഷൻ സെന്ററിൽ വരാതിരിക്കും, കോച്ചിന്റെ ഫോൺ എടുക്കാതിരിക്കും, എഡ്യൂക്കേഷൻ സെഷനിൽ കയറാതിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ട് കൂടുതൽ സഹായകരമായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. എനിത്തിങ് വിച്ച് ഈസ് ട്രബിൾ യു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ ഹൈപ്പായി കൗൺസിലിംഗ് ടേബിളിൽ ഇരുന്നു കോച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ട് റിസൾട്ട് എടുക്കാൻ വേണ്ടി തയ്യാറായി, പക്ഷെ വീട്ടിൽ പോയപ്പോ നിങ്ങളെ അമ്മ, ഉമ്മ, കുടുംബക്കാര് അവര് നിങ്ങളെ ചെറിയ രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് നിങ്ങൾ ആകെ ട്രബിളായി. ഭയപ്പെടരുത്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ ഏർപ്പാടാക്കി കുറച്ച് ആൾക്കാരെ, അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയി. റിയലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ യഥാർത്ഥത്തിലുള്ള ടീച്ചർ. ആ ടീച്ചറിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ കോച്ചിനായിട്ട് സംസാരിക്കും, ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തും, എഡ്യൂക്കേഷൻ സെഷൻ നിരന്തരമായിട്ട് കാണും, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇൻവോൾവ് ആവും. റിയലി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങളെയും അല്ലെങ്കിൽ ഏത് ട്രബിളിനെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ കമ്പനിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഈ റിസൾട്ട് എടുക്കാൻ വേണ്ടി വന്ന നിങ്ങളെ സമയത്തോളം കമ്പനിയെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് കമ്പനിന്റെ ട്രാക്ക് റെക്കോർഡ്, അത് എത്ര വർഷമായി എന്നുള്ള കാര്യങ്ങൾ, ഇതിന്റെ പിന്നിലുള്ള ബ്രാൻഡ് അംബാസഡേഴ്സ്, ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക്കൽ ടീം, ഇതിനൊക്കെ കുറിച്ച് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അടുത്തത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഓരോ ദിവസം എഡ്യൂക്കേഷൻ സെഷന് 8 മണി to 8:45 വരെ ഇവിടെ നടക്കാറുണ്ട്. 8 മണിക്ക് നടക്കാറില്ലേ? ഈ എഡ്യൂക്കേഷൻ സെഷന് നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ടാണ് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞു തരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് ആര് എന്ത് ചോദിച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാനും ഫേസ് ചെയ്യാനും അവർക്ക് ഉത്തരം കൊടുക്കാനും നമുക്ക് പറ്റും. അടുത്തത് നമ്മളെ റിസൾട്ടാണ്. ഇതിൽ n നമ്പർ ഓഫ് റിസൾട്ടുകളില്ലേ? നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില്ലേ? ഇതിൽ നിങ്ങൾ റിസൾട്ട് കാണുന്നില്ലേ? അതിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ സെഷനിൽ നിങ്ങൾ റിസൾട്ട് കാണുന്നില്ലേ? അതേപോലെ തന്നെ നിങ്ങളെ ന്യൂട്രീഷൻ സെന്ററുകളാണുള്ളത് എങ്കിൽ എത്ര റിസൾട്ടുകൾ ഉണ്ട്? നിങ്ങൾ വന്നിട്ടുള്ളത്, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് റിസൾട്ട് കണ്ടിട്ട് തന്നെയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? റിസൾട്ട് കണ്ടിട്ടല്ലേ? പക്ഷെ അതിനൊന്നും മനസ്സിലാക്കാതെ, നെക്സ്റ്റ് സ്ലൈഡ്, അതിനെ കുറിച്ചൊരു ബോധമില്ലാതെ, അറിവില്ലാതെ, സംശയത്തോടെ, കൃത്യമായ മെന്റർഷിപ്പ് ഇല്ലാതെ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് പല ആൾക്കാരും, സങ്കടകരം പറയട്ടെ, എനിക്കറിയുന്ന ആൾക്കാർ, പല ആൾക്കാരും ബാത്റൂമിൽ പോയിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത്. ആരും കാണാതെയാണ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. കൃത്യമായ അവയർനെസ് ഇല്ലാതെ, എഡ്യൂക്കേഷൻ ഇല്ലാതെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്, പിന്നെ വെയിറ്റ് വീണ്ടും ഗെയിൻ ആയിട്ട് ഇതിനെ കുറ്റം പറഞ്ഞിട്ട് നടക്കും. സങ്കടകരാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം. അത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് ഒബ്ജക്ഷനുകൾ ഹാൻഡിൽ ചെയ്യാനും പറ്റും എന്ന കാര്യം സംശയമില്ല. മെയിൻലി നിങ്ങൾ റിസൾട്ട് എടുക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സെഷനിലേക്ക് വരുന്ന സമയത്ത്, ക്ലബിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളെ കോച്ചുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാവുന്ന നിങ്ങൾ ഒബ്ജക്ഷനുകൾ ഉണ്ട്. ഈ ഇപ്പൊ നമ്മള്
സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും കണക്കുണ്ട് അല്ലെ, ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ മാത്സിലാണെങ്കിൽ a⁻m × a⁻m പ്ലസ് a⁻n a⁻m+n നമ്മൾ ഇക്വേഷൻ പഠിക്കാറുണ്ട് അല്ലെ. ഇതുപോലെ നമ്മൾ എന്താണോ പറയേണ്ടത് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ പതറൂല, നമുക്ക് റിസൾട്ട് കിട്ടും ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ്. അധികം ആൾക്കാരും നിങ്ങൾ കൗൺസിലിംഗ് ടേബിളിൽ ഇരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. കൗൺസിലിംഗ് ടേബിളിൽ ഇരുന്നു, നിങ്ങൾക്ക് കോച്ച് കൗൺസിലിംഗ് എടുത്തു തന്നു, നിങ്ങൾ അതിൽ ആകർഷനായി ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിരിക്കും ഇത് എനിക്കറിയാലോ, ഐ നോ, ഇതൊക്കെ ഞാൻ മുന്നേ കേട്ടതാണല്ലോ, അല്ലെങ്കിൽ ഇയാളെന്താ എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഇത് ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ന്യൂട്രീഷൻ ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്ത് ക്ലബിൽ വന്നിട്ട് നല്ല ആവേശത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ്, നിങ്ങളെ പരിചയത്തിലേക്ക് പോവാണ്, കുടുംബക്കാരിലേക്ക് പോവാണ്. നിങ്ങളെ മാറ്റം ചെറുതായിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നിങ്ങളെ അവർ അസ്വസ്ഥതപ്പെടുത്താറുണ്ടോ? ചാറ്റ് ബോക്സ് ഓൺ ആട്ടോ, നിങ്ങൾ എന്നിട്ട് കോപ്പറേറ്റ് ചെയ്യണേ. ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ടുള്ള ആ ജ്യൂസല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കാറുണ്ടോ? ഇതൊക്കെ എനിക്ക് അറിയാലോ എന്നുള്ളത്. ഉണ്ടോ? ചാറ്റ് ബോക്സ് ഓൺ ആണ്. അപ്പൊ നിങ്ങൾ വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നിങ്ങൾ ചെറിയ രീതിയിൽ അസ്വസ്ഥതപ്പെടാറില്ലേ? ചെറിയ രീതിയിൽ നിങ്ങൾ വൈക്ലഭ്യം ഉണ്ടാവാറില്ലേ? നിങ്ങൾ ആവേശം നഷ്ടപ്പെടാറില്ലേ? ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ തർക്കിക്കാൻ വേണ്ടി പോണ്ട. നിങ്ങൾ എല്ലാവരിലും കാണിക്കേണ്ടത് ആദ്യം തന്നെ ഒന്ന് സൈലന്റ് ആവുക. 3 സെക്കൻഡ് സൈലന്റ് ആവുക. ഒന്ന് ചെറിയൊരു സ്മൈല്. എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഉത്തരം അറിയുമെന്നുള്ളത്, അവർ എത്ര ചോദിച്ചാലും ഉത്തരം അറിയുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. അതിനാണ് ആ സ്മൈല്. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അവർ ഒരിക്കലും ക്രോസ് ചെയ്യാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് കരുതിയത്, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്. പക്ഷേ ഇതിൽ എഡ്യൂക്കേഷൻ എടുത്തപ്പോഴാണ്, കോച്ചുമായിട്ട് നിരന്തരം സംസാരിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. അവിടെ നടക്കുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളത്. അപ്പൊ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് മമ്മൂട്ടിനെ അറിയോ? അപ്പൊ അവര് പറയും മമ്മൂട്ടിനെ അറിയും അല്ലേ. പിന്നെ അടുത്ത് ചോദിക്കണ്ടേ, ഇപ്പൊ മമ്മൂട്ടിന്റെ വയറിന്റെ അളവ് എത്ര? എന്തിനാ എന്നോട് അത് ചോദിക്കണം എന്നായിരിക്കും അവര് ചോദിക്കുക. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചത് എന്താ, ഈ എന്നോട് ചോദിക്കുന്നത് എന്താണ്? ഇവരോട് തന്നെ സിമ്പിൾ ആയിട്ട് ചിരിച്ച മുഖമായിട്ട് ചോദിക്കുക. മമ്മൂട്ടിന്റെ ഒരു മകൻ ഉണ്ടല്ലോ, ദുൽഖർ സൽമാൻ, അവന്റെ ഫാദർ ഇൻ ലോന്റെ പേരെന്താ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണം? അറിയാലോ സുഹൃത്തുക്കളെ, ഇതിന് കെട്ടിച്ചിട്ട് എല്ലാം അറിഞ്ഞോളുന്നുണ്ടാ. ഇപ്പൊ ഇവൻ ഇതിൽ 13 വർഷമായിട്ടുള്ള കോച്ചസ് അടക്കം ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിലുള്ള ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആരും തികഞ്ഞവരല്ല. ഇതുപോലെ ചിരിച്ചുകൊണ്ട് അവരോട് തന്നെ തിരിച്ചു ചോദിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. ഇതാണ് ഇതിന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കടല് കണ്ടിട്ട് ഇതിന്റെ അടിയിൽ മുത്തുണ്ട്, പോയി കഴിഞ്ഞാൽ മുത്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അതിന്റെ എത്ര പ്രിപ്പറേഷൻ, എത്ര വർഷങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. സിലിണ്ടർ സെറ്റപ്പ് ആക്കിയിട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നോക്കി തന്നെ കാണും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ നമുക്കൊരു കാര്യം അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാം അറിയണമെന്നില്ല. അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാലും അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാലും റിസൾട്ടിലേക്ക് അടുത്താലും മാത്രമാണ് അതിന്റെ
ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് പറഞ്ഞ് എനിക്ക് പരിചയത്തിൽ ഫ്രണ്ട്സിൽ നിങ്ങളോട് കൂടെ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെയും കൊണ്ടുവരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചത് എൻ്റെ കുടുംബക്കാരോടാണ്. ആ കുടുംബക്കാർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. രണ്ടാമത്തെ ചോദ്യം ചില ആൾക്കാർ കൗൺസിലിംഗ് ടേബിളിൽ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു, എഡ്യൂക്കേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മാറ്റം കാണുന്ന സമയത്ത് നിങ്ങൾ ചില കുടുംബക്കാര്, ഫ്രണ്ട്സുകള്, ആൾക്കാർ പറയാറില്ലേ, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാനൊന്ന് ചിന്തിക്കട്ടെ, പറയാറില്ലേ? രണ്ടാമത്തെ ഒബ്ജക്ഷൻ ആണ് കേട്ടോ, ലെറ്റ് മീ തിങ്ക്, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് ചോദിക്കാറില്ലേ? അങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെ പറയാം? അങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കും? ശരിയാണ്, ഞാനും ഇതുപോലെയാണ് ചിന്തിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. എപ്പോഴും സഡൻ ആയിട്ട് ഉത്തരം പറയരുത്, അവരെ ക്രോസ് ചെയ്യരുത്. ചിരിച്ചുകൊണ്ട് തന്നെ സ്മൈലോട് കൂടിയിട്ട് ഈ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്നോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാർ പറയും, ഈ വലിയ റിസൾട്ട് എടുത്തിട്ടുണ്ട്, വാ, ഈ വെയിറ്റ് കുറച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ നോക്കാം. സുഹൃത്തുക്കൾ, അവര് നിങ്ങളെ കൂടെ വരൂല. എങ്കിൽ നമ്മൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞു, ആ 4 കാറ്റഗറിയുള്ള ആൾക്കാരെ ഉള്ള ഒരു ആളാണ് അവര് എന്നുള്ള തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം പറയാൻ പറ്റും, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ മുന്നിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറും. നമ്മൾ ഇതുപോലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ റിസൾട്ട് എടുക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് പറയാ, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഇയാണ്ട് റിസൾട്ട് എടുത്തോട് എന്ന് പറയുന്ന ആൾക്കാർ, ഇവരോട് എങ്ങനെ ഞാൻ സംസാരിക്കുക? ശരിയാണ് ഈ പറഞ്ഞത്. ഇപ്പോ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോടാണ് നീ ചോദിക്കാൻ വേണ്ടി പോകുന്നത്? നിന്റെ ഉപ്പനോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ സുഹൃത്തുക്കളോടാ, നിന്റെ അച്ഛനോടാ? അവർക്കൊക്കെ മഹത്തുണ്ട്, അവരൊക്കെ നല്ല ആൾക്കാർ. പക്ഷെ ഹെൽത്ത് വൈസ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുക? ഇപ്പോ നിങ്ങൾക്കൊരു ആക്ടർ ആവണം. ക്രിക്കറ്റ് കളിക്കാരനായ സച്ചിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്? നിങ്ങൾക്ക് അസുഖം വന്നു, നിങ്ങളൊരു എഞ്ചിനീയറിന്റെ അടുത്തേക്ക് പോവോ? ആരടുത്തേക്കാ പോവാ? അവരോട് തന്നെ ചോദിക്കുക, ആരടുത്തേക്കാ പോവാ? നിങ്ങൾ ഡോക്ടറുടെ അടുത്താ പോവാ. അതുപോലെ നിങ്ങൾക്ക് ഫിറ്റ് ആവണം, സ്ലിം ആവണം, ഹെൽത്തി ആവണം. ആരടുത്തേക്കാ പോവാ? നല്ലൊരു വെൽനസ് കോച്ചിന്റെ അടുത്തേക്കാണ് പോവാ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറെ ചിന്തിക്കാതെ അങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണോ? ഒരിക്കലും അല്ല, അങ്ങനെ ചിന്തിക്കലില്ല. അപ്പൊ മോർ അനാലിസിസ് ക്രിയേറ്റ് പാരാലിസിസ്. കുറെ ചിന്തിച്ച് പറയുക, മനസ്സിലാക്കി പറയുക എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാരാലിസിസിലേക്കാണ് പോകുക. നമുക്ക് കിട്ടാനുള്ള റിസൾട്ട് അടക്കം അവിടെ വീക്കാവും. ശരിയല്ലേ? ഇപ്പോ നമുക്ക് പോകേണ്ടത് ചൈനയ്ക്കാണ്, പക്ഷെ കയറിയത് കുവൈത്ത് ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതേ അവസ്ഥ. ഇത് അവരോട് തന്നെ തിരിച്ച് ചോദിക്കുക, അപ്പോ അവർക്ക് മനസ്സിലാവും. ഇതാണ് അതിന്റെ ഉത്തരം. ഞാൻ ചിന്തിച്ചിട്ട് പറയാ എന്നതിന്റെ അർത്ഥം നിങ്ങൾ നോക്കി, ഇതിലിപ്പോ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സഡൻ ആക്ഷൻ എടുത്തവരാണ്. ചിന്തിച്ചിട്ട് വരാ, ഞാൻ മനസ്സിലാക്കിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലേ വരൂല. കാരണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതിന് ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരോടാ. അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് റിസൾട്ട് തരൂല. മൂന്നാമത് സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൗൺസിലിംഗ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് തോന്നുന്നു, എനിക്കിപ്പോ ഇതെന്തിനാണ് ആവശ്യം? ഐ ആം ഫിറ്റ്. തോന്നാറുണ്ട? ഐ ആം ഫിറ്റ്. ഇപ്പോ ഇന്നലെ നടന്ന ഒരു ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമാണ്. അതിൽ പറയാനുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി, സ്റ്റാമിനയാണ്. ഈ ഇമ്മ്യൂണിറ്റിയും സ്റ്റാമിനയും വിലയിരുത്തുന്നത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടാവണം, നമ്മൾ ഫാറ്റ് ഐഡിയൽ ആവണം, BMI ഐഡിയൽ ആവണം. എല്ലാ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ആണ്, ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ പല ആൾക്കാരും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖം നമുക്ക് പിന്നെ കാണാൻ പറ്റാറില്ല.
ബെഡ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ളതായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുഴുവൻ അത്തരത്തിലുള്ളതാണ്. സിഗരറ്റ് വലിച്ചിട്ട് ആൾക്കാർ എത്രത്തോളം മരിക്കുന്നുണ്ടോ അതിന്റെ 5 ഇരട്ടിയാണ് അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോയിട്ട്, ഈറ്റിംഗ് ഹാബിറ്റ് മോശമായിട്ട് ജങ്ക് ഫുഡുകൾ കഴിച്ചിട്ട് മരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റുകൾ, കുഴഞ്ഞു വീഴുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിപ്പയർ ചെയ്യുക. അവരോട് തന്നെ ചോദിക്കുക, എന്തായാലും ഈ ഫിറ്റ് ആണ് ഓക്കെ, പക്ഷേ ഹെൽത്തി ആണോ എന്നുള്ളത് നീ ഉറപ്പ് വരുത്തുക. ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയും തടി കുറക്കുന്ന സാധനം എന്നാണ്. റിയലി ഐ എം സേയിങ് തടി കുറക്കുന്ന സാധനമല്ല. അങ്ങനെയാണ് തന്നെ കലോറി ഡെഫിഷ്യൻസി നിങ്ങൾ ചെയ്താൽ മതി. എനർജി നിങ്ങൾക്ക് ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മതി. പക്ഷെ നമ്മളെ ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയുന്നത് സെല്ലുലാർ ന്യൂട്രീഷനാണ്. നമ്മളെ കോടാനുകോടി സെല്ലുകളുണ്ട് ശരീരത്തിൽ. ഈ സെല്ലുകളെയാണ് ആക്റ്റീവ് ആക്കുന്നത്. പ്രിപ്പയർ ആൻ അംബ്രല ബിഫോർ ദ റെയിൻ എന്ന് കേൾക്കാറില്ലേ? മഴ വരുന്നതിന് മുന്നേ ഒരു കൊട കരുതി വെക്കുന്നത് നന്നായിരിക്കും. പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേൾക്കാറുണ്ട് ഇല്ലേ? ഉത്തരം ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞാൻ ഫിറ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ ഉത്തരമായിട്ട് പറയേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ഉത്തരം. അവരോട് തർക്കിക്കാനൊന്നും പോകണ്ട, പക്ഷെ ഇതാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നാലാമത് ചില ആൾക്കാർ പറയാറുണ്ട് അല്ലെ, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിരിക്കും, എനിക്കും തോന്നിയിട്ടുണ്ട്, ഐ കാണ്ട് അഫോർഡ് ഇറ്റ്, എനിക്ക് ഈ റേറ്റ് ഒക്കണില്ല, എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കാറ്. നെക്സ്റ്റ് സ്ലൈഡ് ഉണ്ടോ? ചോദിക്കാറുണ്ട്. ശരിയാണ്, പക്ഷെ അതിൽ കുറച്ച് തെറ്റുണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് ഒരു സൈക്കിള് വില കൂടുതലാണെങ്കിൽ ചില ആൾക്കാർക്ക് ഹെലികോപ്റ്റർ വില കൂടുതലല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളെ ഇൻകമും എക്സ്പെൻസിനും അനുസരിച്ചിട്ടാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാനും കരുതിയിരുന്നത് പോലെയാണ്. ഞാനും കരുതിയിരുന്നത് ന്യൂട്രീഷൻ ഫുഡ് എന്നുള്ളത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയപ്പോ ഇതിലേക്ക് ഒരു ദിവസം നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ നോക്കൂ. നിങ്ങൾ താഴത്ത് ന്യൂട്രീഷൻ ഫുഡിനോട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നോർമൽ ഭക്ഷണങ്ങൾ എന്തൊക്കെ വാങ്ങി കഴിക്കണം എന്നറിയോ? ചീസ്, ക്യാബേജ്, ക്രാബ്, അവക്കാഡോ, 240 കാലറിയിലേക്ക് എത്തുള്ളൂ. എന്നാൽ അത് വാങ്ങണമെന്നത് എത്ര ചെലവാ? പക്ഷെ ഇന്ന് കഴിക്കുന്നത് അതാണോ? ബാഡ് കലോറിയല്ലേ നമ്മൾ കഴിക്കുന്നത്, ജങ്ക് ഫുഡുകളല്ലേ കഴിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഉണ്ടാവുന്നത്? അസുഖങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇതെങ്ങനെ എക്സ്പെൻസീവ് ആവുക? ഇനിയിപ്പോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നെന്ന് തന്നെ വിചാരിക്കാം. കമ്പനി ഒരു കാരണവശാലും ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ടുള്ള വെൽനസ് കോച്ചുമാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ അധികാരം കൊടുക്കുന്നില്ല. കമ്പനിയാണ് ഡിസ്കൗണ്ട് സൗകര്യങ്ങൾ കോച്ചുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ ഉദാഹരണം എടുക്കുക, ഒരു കൊക്കക്കോള, പെപ്സി, ഇതിന്റെ യഥാർത്ഥ റേറ്റ് ഒരു 35 മുതൽ 50 രൂപ വരെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നാളെ സൗമ്യ ചേച്ചിക്ക് ആ പൈസ പകുതി നിങ്ങളെ സംശയിക്കൂലേ? ഇന്ന് ഫ്ലിപ്കാർട്ടില്, ആമസോണില്, മറ്റുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പല രീതിയിൽ വില കുറച്ചിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ നല്ലതാവണമെന്നില്ല. ഇത് കമ്പനി തന്നെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആണ് ആൾക്കാർ പറയുന്നത്. ഐ ആം വെരി ബിസി, ഞാൻ ഫുള്ള് ബിസിയാണ്, എനിക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തുടക്കത്തിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയപ്പെട്ട സെഷൻ എടുത്ത മൻസൂർക്ക, അവരെ തന്നെ ഒരു വെൽനസ് കോച്ചിന് സമയമില്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെ രസകരമായിട്ട് അവരെ ടൈമിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതിലൊക്കെ ചിരിച്ചുകൊണ്ട് സൈലന്റ് ആയിട്ട് നിങ്ങൾ അവരെ തന്നെ ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് സമയമില്ല എന്നുള്ളത് വലിയ അഭിമാനിക്കാവുന്ന വിഷയമല്ല, അത് നിങ്ങളുടെ ചിന്തയുടെ പ്രോബ്ലമാണ്. സമയം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് കാലുമ മുറിയായി കഴിഞ്ഞാൽ അതിന്റെ സൂചി വെക്കൂലേ? അതിനും സമയം ഉണ്ടാവില്ല.
അസുഖമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവില്ലേ? സ്വാഭാവികല്ലേ? സ്വാഭാവികല്ലേ? നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്ന കാര്യം 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ഫിറ്റ് ആവണം, സ്ലിം ആവണം, ഹെൽത്തി ആവണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിന്റെ മുന്നേ 1 വർഷം മുന്നേ ഉണ്ടായിരുന്ന നിങ്ങൾ നോക്കി അനലൈസ് ചെയ്ത് നോക്കി. ഒരു ദിവസം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി. ശേഷം ആ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി. അപ്പൊ മനസ്സിലാവും എത്രത്തോളം ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ടൈം ഇല്ല എന്നുള്ളത് നമ്മളെ കയ്യിലുള്ളതല്ല, ടൈം നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. അതാണ് ഓരോ വെൽനസ് കോച്ചുമാരും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓരോ ന്യൂട്രീഷൻ സെന്ററിലേക്ക് ആദ്യം വരുന്ന ഞങ്ങളെല്ലാവരും ടൈം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഞാൻ 5 വർഷം മുന്നേ ഇത് നിർത്തി പോകാനുള്ള കാര്യം എനിക്ക് ടൈം ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ എന്റെ കോച്ച് എന്റെ ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചു. ഓരോ സ്ലോട്ടായിട്ട് എന്റെ ജീവിതത്തെ ദിവസത്തിനെ ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിച്ചപ്പോൾ എനിക്ക് സമയം കിട്ടാൻ തുടങ്ങി. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ. ആ 24 മണിക്കൂറിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ ലിവറേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. PPT സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മൻസൂർ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ 5 കാര്യം പറഞ്ഞു. 6ാമത്തെ കാര്യം ലാസ്റ്റിലേക്ക് പോവാണ്. ഞാൻ ഫിറ്റാണ്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 4ാമത്, എനിക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, റേറ്റ് കൂടുതലാണ്. ഇതൊക്കെ വിശദീകരിച്ച് നല്ല രീതിയിൽ തന്നെ പറയണതിൽ ഓരോ ടോപ്പിക്കായിട്ട് പറയണം. ഇപ്പൊ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ഡിസ്കൗണ്ട് ചോദിക്കുന്നതിൽ പിന്നെ ബിസി എന്നുള്ളത് 5ാമത്തത്. 6ാമത്തത്, നമ്മൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ഫ്രോഡ് ആണോ എന്നുള്ളത്, ഇത് സ്കാം ഉണ്ടോ എന്നുള്ളത് ചില ആൾക്കാർ ചോദിക്കാറില്ലേ. നെക്സ്റ്റ് ലൈഫ്. അപ്പൊ നിങ്ങള് ഭയപ്പെടും, പേടിക്കും, ചൂളിപ്പോവും. അഭിമാനിക്കാവുന്ന ഒരു വിഷയം എന്താ വെച്ചാല് വേൾഡിലെ തന്നെ നമ്പർ 1 ന്യൂട്രീഷൻ 95 രാജ്യങ്ങളിൽ ഇത്ര അജയ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനി എങ്ങനെയാണ് ഫ്രോഡ് ആവുക? സുഹൃത്തുക്കളെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അവരോട് തന്നെ ചോദിക്കുക, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഫ്രോഡ് ഉണ്ട് എന്ന് കരുതാ ഇൻഡസ്ട്രി ഫ്രോഡ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? ഇതിൽ ശരിയുണ്ട് തെറ്റുണ്ടല്ലോ. എല്ലാ സെക്ടറിലും ഫ്രോഡ് ഇല്ലേ? ഇപ്പോ ടീച്ചിങ് ഫീൽഡിൽ ഫ്രോഡ് നടക്കുന്നില്ലേ എന്ന് കരുതി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നുണ്ടാ? ഇൻഷുറൻസ് ഫീൽഡിൽ ഫ്രോഡ് ഇല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്യാതിരിക്കുന്നുണ്ടാ? ഹോസ്പിറ്റൽ ഫീൽഡിൽ ഫ്രോഡ് ഇല്ലേ? കോടികൾ ഫ്രോഡ് നടത്തുന്നില്ലേ എന്ന് കരുതി ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കുന്നുണ്ടാ? അവരോട് തന്നെ ചോദിക്കുക. ബിസിനസ്സിൽ ഫ്രോഡ് ഇല്ലേ? പക്ഷെ ചിന്തിക്കാനുള്ള സെൻസ് മനുഷ്യന്റെ കയ്യിൽ ദൈവം കൊടുത്തിട്ടില്ലേ? നമ്മളെ ചോയ്സിലല്ലേ ഉള്ളത്. ഇപ്പൊ ഫ്രോഡ് ഉണ്ട്, പക്ഷെ ഇതിനെ ചിന്തിച്ച് വിവേചനത്തോട് കൂടിയിട്ട് നേരിടാനുള്ള കഴിവ് മനുഷ്യനുണ്ടല്ലോ. പിന്നെ മാത്രല്ല, ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ നോക്കൂ, 238 പേര് ഇതിലുണ്ട്. ഇതില് ഈ 1 മാസം തുടക്കം മുതൽ ഒടുക്കം വരെ റിസൾട്ട് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരുണ്ട്. ഇവർക്ക് റിസൾട്ടുകളില്ലേ? റിസൾട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈ പൊന്തിച്ചേ. അപ്പൊ വിശ്വാസം തന്നെയല്ലേ? അപ്പൊ ഇതെങ്ങനെ ഫ്രോഡ് ആവുക? അപ്പൊ നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട്. അതിനെ തെരഞ്ഞെടുക്കാനുള്ള പക്വത ശേഷി നമ്മൾ ഉണ്ടാവണം. അതിന് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒബ്ജക്ഷനുകൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ, ഇനിയും 14 ഉണ്ട്, മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഈ 6 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ, എന്ത് വന്നാലും ആ പ്രതിസന്ധിനെ നേരിടാൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇതിന്റെ ലവറായാൽ മതി. റെഡിയാണ് നിങ്ങൾ? തുടക്കക്കാരായ ആൾക്കാരോട് ഞാൻ ചോദിക്കണം. ഫസ്റ്റ്, നിരന്തരം ഡെയിലി നടക്കുന്ന എഡ്യൂക്കേഷൻ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരും. നമ്മളെ ന്യൂട്രീഷൻ എങ്ങനെയാണ് വർക്കാവുന്നത്, കമ്പനി എങ്ങനെ വർക്കാവുന്നത്, ഇതിലെ റിസൾട്ട് എങ്ങനെ കിട്ടുന്നത്. 2ാമത്തത്, നിങ്ങൾ ന്യൂട്രീഷൻ ഫുഡിനെ ആ എഡ്യൂക്കേഷൻ കേട്ടിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അപ്ലൈ ചെയ്തിട്ടില്ല. ചില ആൾക്കാരുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എങ്ങനെയാണോ കേട്ടത് അതുപോലെ അപ്ലൈ ചെയ്യാൻ ന്യൂട്രീഷൻ ഫുഡിന്റെ ലവറായി മാറും. 3ാമത്തത്, ന്യൂട്രീഷൻ ക്ലബിന്റെ ലവറായി മാറണം. അവിടെ നടക്കുന്നത് ഓൺലി ആൾക്കാരെ കൂട്ടുന്ന പരിപാടിയല്ല, മറിച്ച് അവിടെ ഹാപ്പിനെസ് ആണ്. ചെറുപ്പത്തിൽ കിട്ടാത്ത സുഹൃതങ്ങളാണ്, ചെറിയ ചെറിയ റെക്കഗ്നേഷനുകളാണ്, ജീവിതത്തിൽ കിട്ടാത്ത അംഗീകാരങ്ങളാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 4ാമത്തത് മെന്റർഷിപ്പാണ്. ഇതുവരെക്ക് നിങ്ങളെ തലോടാൻ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങളെ ഉപദേശിക്കാൻ, നിങ്ങളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു.
നാഥനില്ലാതെ പോയിരുന്നില്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു മെന്റർ ഉണ്ട്. അവസാനമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട രാജകുമാർ സാർ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്ന മാരത്തോൺ ഉണ്ട്. അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് 10 ദിവസം കൊണ്ട് കിട്ടും. ഇനി ആരെങ്കിലും മാരത്തോണിൽ പങ്കെടുക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് മാരത്തോൺ 15-ാം തീയതി നടക്കാൻ വേണ്ടി പോകണം. അതിൽ നിങ്ങൾ ജോയിൻ ആവുക. റിസൾട്ട് പെട്ടെന്ന് എടുക്കുക. എന്റെ റിസൾട്ട് എടുക്കുക. എന്തിനാണ് ബാക്കി വെക്കണത്? എന്തിനാണ് പകുതി വെച്ചിട്ട് നിർത്തി പോണത്? എന്തിനാണ് നിങ്ങൾ വന്ന ലക്ഷ്യം നിങ്ങൾ വിട്ടുപോകുന്നത്? നിങ്ങൾ എന്താഗ്രഹിച്ചാണ് വന്നത് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് വരാവുന്ന ഒബ്ജക്ഷനുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മാരത്തോൺ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഓൾറെഡി മാരത്തോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ഹായ് കാണിച്ചേ. നോക്ക് നിങ്ങൾ. വെരി ഗുഡ്, സൂപ്പർ. നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി റെഡിയാവുക, മനസ്സിലാക്കാൻ വേണ്ടി റെഡിയാകുക, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി റെഡിയാകുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തില്, പരിചയത്തില്, നിങ്ങളുടെ അയൽവാസികളില്, ഫ്രണ്ട്സുകളില് നിങ്ങളുടെ റിസൾട്ട് കാണുന്ന സമയത്ത് ഒരാൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചൂളിപ്പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ മുൻ അനുഭവങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മുൻ ധാരണ വെച്ചിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ആണ് അവർ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുക. നിങ്ങൾ അവരോട് ചിരിച്ചുകൊണ്ട് സ്മൈലോട് കൂടിയിട്ട് അവരോട് തന്നെ തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് നിങ്ങളെ ഈ 5 കാര്യങ്ങൾ സഹായിക്കും. നിങ്ങൾ നിരന്തരമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് 2 ആൾക്കാരുടെ ഫീഡ്ബാക്ക്, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്ക് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ തന്നെ പറഞ്ഞോളൂ. വേണമെങ്കിൽ അവർക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യം, നിങ്ങൾക്ക് ഇത് വന്നിട്ട് എന്താണ് റിസൾട്ട് കിട്ടിയത്, തുടക്കത്തിൽ നിങ്ങൾ എന്താണ് തിരിച്ചറിയുന്നത്, ഇപ്പൊ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സെഷൻ എടുത്തതിൽ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറും. നിങ്ങളെ ഫീഡ്ബാക്ക് ഞാൻ കേൾക്കട്ടെ. തുടക്കക്കാരായ ആൾക്കാർ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സഹായിക്കും സാർ. ആരാണ്? ഷിബി. ഓക്കെ, മ്യൂട്ടാണ് മാഡം. ഓക്കെ, സംസാരിച്ചോളൂ. എന്റെ പേര് ഷെൻജുഷാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 5-ാമത്തെ ദിവസമായി. ഈ 6 ദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ സെഷൻ മാഡത്തിന് ഉപകരിച്ചോ? ഉപകരിച്ചു. ഓക്കെ, ഇനി ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്ത് പർപ്പസിനാണ് മാഡം വന്നത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക്? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, കോൺഫിഡന്റ് ഉണ്ടോ മാഡത്തിന് വെയിറ്റ് കുറക്കാൻ പറ്റുമെന്നുള്ളത്? ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക് മാഡം. നെക്സ്റ്റ് ഒരാൾ കൂടി. എന്റെ പേര് റെജീന. കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. റെജീന മാഡം പറഞ്ഞോളൂ. ഞാൻ എറണാകുളം ജില്ലയില്. എന്റെ 38 വയസ്സ്. ഞാൻ വന്നിട്ട് 5 ദിവസമായി. ഈ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 4 കിലോത്തോളം കുറഞ്ഞിട്ടുണ്ട്. എന്റെ കോച്ച് ഹാപ്പിയാണ്. ഓക്കെ, മാഡത്തിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാഡത്തിന് യൂസ്ഫുൾ ആയോ? മനസ്സിലായി. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണോ? കോച്ചിന് മുറുകെ പിടിക്കോ? പങ്കെടുക്കോ? പങ്കെടുക്കും. വെരി ഗുഡ് മാഡം, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ ഞാൻ എന്റെ സമയം വൈകിച്ചു. 8:59. എനിവേ, എനിക്ക് അവസരം നൽകിയ എന്റെ പ്രിയപ്പെട്ട കോച്ചുമാർ, സീനിയർ കോച്ചുമാർ, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ലീഡേഴ്സ് എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നല്ല രീതിയിൽ റിസൾട്ട് എടുക്കാനും എന്റെ റിസൾട്ട് എടുക്കുന്നത് വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്.